അങ്ങനെ കഴിഞ്ഞ ഒരു മാസത്തെ പ്രാക്ടീസിന് വിരാമമാണ് ഇട്ടുന്നത്. ഇന്ന് ലിയോസിൻ്റെ ഡാൻസാണ്. അപ്പോൾ ഞങ്ങളതിന് പോകാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ ഒരുങ്ങി വണ്ടിക്ക് കാത്തിക്കുകയാണ് കേട്ടോ. വണ്ടിയൊക്കെ കിട്ടി. കുറേ ദിവസമായി പ്രാക്ടീസൊക്കെ ആയിട്ട് അവൾ ചോദിക്കണേ എന്ന് അമ്മച്ചിയെ പരിപാടിയെന്ന്. അപ്പോൾ ചെന്ന പാടെ തന്നെ ഞങ്ങളോട് ടീച്ചർ മാറ്റാൻ പറഞ്ഞു കേട്ടോ. അധികം വൈകാതെ തന്നെ നമ്മളത് ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ കുട്ടികളെ ഞങ്ങൾ മാറ്റി. ഇവക്ക് പിന്നെ മാറ്റിയപ്പോൾ കയ്യിൽ ആ ഗിൽറ്റൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഊറ്റയ്യാണ്ടായ്മ ചാടി കളിച്ചേന് കേട്ടോ. പിന്നെ ഞങ്ങൾ ഒന്നും കൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്കൂളിൻ്റെ താഴെ ഭാഗത്തേക്ക് പോയിട്ടോ. അപ്പോൾ അവിടെ പോയപ്പോഴാണ് പ്രശ്നമായത്. അവിടെ മറ്റേ കുട്ടികളെ കളിച്ചിന് സീസോയും ഊഞ്ഞാലൊക്കെ കണ്ടപ്പോൾ ഇവക്ക് ആകെ അങ്ങോട്ട് പോയി കളിച്ചാൽ മതി എന്നുള്ള രീതിയിൽ അവിടെ പോയി ഊഞ്ഞാലൊക്കെ ആടി കുറേ നേരം. ഞാൻ പിന്നെ പേടിച്ചിട്ട് ഇവിടെ സ്റ്റേജിക്ക് വരാതെ അവിടെ തന്നെ നിൽക്കുമെന്ന് കരുതി. കാരണം ഊഞ്ഞാലും ഇതൊക്കെ സീസോയൊക്കെ കണ്ട അവൾക്ക് ഭ്രാന്താണ്. എന്തായാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. സ്റ്റേജിൽ കയറാന്നൊക്കെ പറഞ്ഞപ്പോൾ അത് ചാടി തുള്ളി പോയിക്കുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു ചിലപ്പോൾ എന്നെ കാണുമ്പോൾ ഇങ്ങനെ കരഞ്ഞിട്ട് പോരും എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ. എന്താണെന്നറിയില്ല, ഓളങ്ങനെ മാറ്റിക്കാണ്ട് സ്റ്റേജിൽ ഇങ്ങനെ കണ്ടപ്പോൾ എൻ്റെ കണ്ണിങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ കാരണം എന്ന് വെച്ച് പറയാനറിയില്ല. ഭയങ്കര സന്തോഷം. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായില്ല ഓളിങ്ങനെ കളിച്ചൊന്നും കേട്ടോ. ഓൾ സ്റ്റേജിൽ നിൽക്കും തന്നെ വിചാരിച്ചിട്ടുണ്ടായില്ല. എന്നെ കാണുമ്പോൾ സാധാരണ ബാലവാടിയിലൊക്കെ ടീച്ചർ കളിച്ചുമ്പോൾ കളിച്ചെന്ന് ടീച്ചർ പറയും. പക്ഷെ ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഒന്നും കളിച്ചിട്ടുണ്ടാവില്ല കേട്ടോ. അവിടെ ഇങ്ങനെ നിൽക്കുകയും എന്നെ കാണുമ്പോൾ ഒക്കെ ഭയങ്കര മടിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ കാണുമ്പോൾ എന്നോളെ സ്റ്റേജിൽ നിന്ന് എങ്ങാനും കരഞ്ഞിറങ്ങി പോരുമെന്നൊക്കെ കരുതിയിരുന്നു. പക്ഷെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഓള് കളിച്ചും ചെയ്തു. കറക്റ്റ് ഓലെ ഡാൻസിൻ്റെ ആ ടൈമിൽ മറ്റേ ബബിൾ ഉണ്ടല്ലോ, ബബിൾ അങ്ങോട്ട് ഇട്ടിട്ട് ഇവൾക്ക് ബബിൾ കണ്ടാൽ പിന്നെ പറയണ്ടല്ലോ, പിന്നെ അത് പൊട്ടിച്ചാൽ നടക്കലായി. എന്തായാലും ഭയങ്കര രസമായിരുന്നു കേട്ടോ കണ്ടിരിക്കാൻ.